ഹലോ, കുറേ നാളായി ഞാൻ യൂട്യൂബിലൊരു വ്ളോഗ് ഇടണമെന്ന് വിചാരിക്കുന്നു. ചെറിയ വ്ളോഗായിരിക്കും കേട്ടോ ഇത് മിക്കവാറും. കുറേ ദിവസമായി എന്തെങ്കിലും ഇടണം എന്ന് ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഇടാനൊന്നും തോന്നാറില്ല. അപ്പം ഇന്ന് എന്തായാലും ഞാൻ വിചാരിച്ചു ഇന്നൊരു വ്ളോഗ് ഇടാം, ചെറുതായിട്ട് എന്തെങ്കിലും ഇടാമെന്ന് ഞാൻ വിചാരിക്കണം. എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചെങ്കിൽ മെയിനായിട്ട് ഞാൻ എപ്പോഴും ചെമ്മീൻ കറിയാണ് വെക്കാറ്. അപ്പോൾ ചെമ്മീൻ കറിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പം ഇന്ന് ചെമ്മീൻ ഞാൻ മുരിങ്ങക്കായ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പം നിങ്ങളെയും കൂടിയും ഷെയർ ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരാൾ പൊരിഞ്ഞ കളി കളിക്കുന്നുണ്ട് കേട്ടോ. ഈ സോഫയുടെ മുളത്തതൊക്കെ നിലത്തേക്ക് ഇട്ടിട്ട് കളിക്കുന്നുണ്ട്. അവന് പിന്നെ വേറെ ഇതൊന്നും ഇല്ലല്ലോ. ഇതാണ് കേട്ടോ നമ്മുടെ കിച്ചൺ. ചെമ്മീൻ ഞാനിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ, ഇത് അത്യാവശ്യം ഉണ്ട് ചെമ്മീന്. കുറച്ച് ദിവസമായി ഫ്രിഡ്ജിലിരിക്കണു. അപ്പോൾ എന്തായാലും ഇത് ക്ലീൻ ചെയ്തിട്ട് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. ഞാനിത് അത്യാവശ്യം തോനെ മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ. ബിക്കോസ് എനിക്കും മുരിങ്ങക്കായ നല്ല ഇഷ്ടമാണ്, അഖിലേട്ടനും നല്ല ഇഷ്ടമാണ്. അപ്പം ഞാൻ എന്തായാലും തോനെ എടുത്തിട്ടുണ്ട്. അപ്പം മുരിങ്ങക്കായ കറി ആവുമെന്നൊക്കെ ഡൗട്ട്. അപ്പം പിന്നെ ഞാനൊരു കാര്യം കൂടി വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അനിയത്തി യൂട്യൂബിലെ വ്ളോഗ്സും ഷോർട്സും ഒക്കെ ഇടുന്നുണ്ട്. അപ്പം അവള് ഓൺ വോയിസ് ആയിട്ട് വ്ളോഗ് ഇട്ടു. അപ്പം എനിക്ക് ഭയങ്കര ഇത് ഓൺ വോയിസ് ആയിട്ട് ഒരെണ്ണം ചെയ്ത് നോക്കണം. വോയിസ് ഓവർ എടുക്കുമ്പോൾ അതിന് വേണ്ടി ഇരിക്കണം കുറച്ചു നേരം. ഇതാകുമ്പോൾ എഡിറ്റിംഗ് മാത്രം ചെയ്താൽ മതി, അതൊരു കാര്യമാണ്. പക്ഷെ എന്തോ എന്താ പറയ, ഇതാണോ? അതിരക്ക് പപ്പടം വേണം. അവനൊരു പപ്പടം ലവറാണ്, അവൻ്റെ അച്ഛനും ഒരു പപ്പടം ലവറാണ്. ഇത് പപ്പടല്ല കേട്ടാ, മറ്റേ ഈ സാധനമാണ്. മതിയാ? കേട്ടോ. അപ്പൊ അങ്ങനെ ഞാൻ എന്തായാലും മുരിങ്ങക്കായ അരിഞ്ഞ് സെറ്റ് ചെയ്യട്ടെ. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുരിങ്ങക്കായ ഇതും കൂടി വെക്കാനൊന്നും അറിയില്ല. പിന്നെ എല്ലാതും നമ്മൾ അറിഞ്ഞിട്ടൊന്നുമല്ലല്ലോ. എന്താണ്, ഞാൻ ഇന്നലെ എൻ്റെ 1-2 വീഡിയോസൊക്കെ കണ്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇതില് മൊത്തം അതുപോലെയല്ല ഉണ്ടാക്കണത്. ആ ഒരു പ്ലാൻ വെച്ചിട്ട് എൻ്റെതായ രീതിയിൽ അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നിലത്ത് വീഴുന്നോ? ഞാൻ അതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മള് നാട്ടിൽ നിന്ന് ഞാൻ വരുമ്പോ കൊടുന്ന ചട്ടിയാണ് കേട്ടോ. അതിലേക്ക് ഞാൻ മുരിങ്ങക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് തോന ചെമ്മീനുണ്ട്, കണ്ടോ, തോന ചെമ്മീനുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് 2 വറക്കാന്ന് വിചാരിച്ചു. അഖിലേട്ടനും അതിരൊക്കെ ചിലപ്പോൾ വറുത്തത് കഴിക്കും. എനിക്ക് വറുത്തത് അത്ര ഇഷ്ടമില്ല, അവര് മേ ബി കഴിക്കും. അപ്പൊ ഞാൻ ഇത്ര ചെമ്മീന് കറിയിലേക്ക് ഇടുന്നുള്ളൂ, കണ്ടോ, കുറച്ചല്ലേ ഉള്ളൂ. ഇത്ര ചെമ്മീന് കറിയിലേക്ക് ഇട്ടു. ഇത്ര ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ. അതൊന്നും കൂടി വറക്കാൻ കുറച്ച്. അപ്പൊ ഇത്ര വെച്ചു. എന്നിട്ട് ഞാനിത് എന്താ ചെയ്യാൻ പോകണെന്ന് വെച്ചിങ്ങനെ കുറച്ച് വെള്ളവും മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഇതിൽ മഞ്ഞപ്പൊടി വെള്ളം ഇട്ടിട്ടുണ്ട്. എനിക്ക് കറിയൊക്കെ നല്ല തോന വേണം കേട്ടോ. ഭയങ്കര എന്താ പറയാ, തോന കറി വേണം. ഞാൻ തോന കറി ഉപയോഗിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ അത്യാവശ്യം തോന വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരപ്പൊഴിക്കും. ഇതൊന്ന് തിളച്ച് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ അരപ്പൊഴിക്കും. അപ്പൊ നമുക്ക് അരപ്പ് റെഡിയാക്കാം. പിന്നെ ഞാൻ ഇതിൽ കൊടംപുളി ഇടണോ അതോ സാധാ പുളി ഇടണോ എന്ന് വിചാരിക്കും. ഞാൻ ഇതുവരെ കൊടംപുളി ഇട്ട് കറി വെച്ചിട്ടില്ല. കറി ഞാൻ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഏട്ടനൊക്കെ കൊടംപുളി ഇട്ടിട്ട് കറി വെക്കുക. പക്ഷെ ഞാൻ വെക്കുമ്പോൾ ഇതുവരെ കൊടംപുളി വെച്ചിട്ടില്ല. കാരണം എനിക്ക് മറ്റേ പുളി, വാളംപുളിയാണ് ഇഷ്ടം. അപ്പൊ ഞാൻ വിചാരിക്കുന്നു കുറച്ച് വാളംപുളി തന്നെ ഇടാം. കാരണം ഞാൻ എന്താ പറയാ, ഇവിടെ ഇരിക്കട്ടെ, ഞാന് ഇതുവരെ നമ്മുടെ കഴിഞ്ഞു പപ്പടം കഴിഞ്ഞു.
ആൾക്ക് പപ്പടം വേണം പറഞ്ഞു വന്നിട്ട് എന്താണ് ഒരു മിനിറ്റ് ഇപ്പൊ തരാം. അപ്പൊ ഞാൻ വാളംപുളി ഇതുവരെ വാളംപുളി എനിക്ക് ഇഷ്ടം. അപ്പൊ ഞാൻ വാളംപുളിയാണ് ഇടാൻ പോകുന്നത് കേട്ടാ. പിന്നെ അതിലേക്ക് അരപ്പിലേക്കുള്ള ചോന്നുള്ളിയും ഇഞ്ചിയാണ് ഞാൻ ഇപ്പൊ നന്നാക്കുന്നത്. ഇവിടെ പിന്നെ എന്താ തേങ്ങ ഇങ്ങനെ കേട്ടോ നമ്മൾ വാങ്ങാറ്. ഇതൊരു 4 ബോക്സ് ഒക്കെ ഇങ്ങനെ വാങ്ങിച്ചു വെക്കും. കാരണം നമ്മൾ മിക്കവാറും കറിയിൽ തേങ്ങ ഒക്കെ അരക്കിലോ. അപ്പോൾ തേങ്ങ ഇങ്ങനെ ഫ്രോസണ കിട്ടാറ്. അപ്പൊ ഇത് വാങ്ങിയിട്ട് അരക്കുക ചെയ്യുക. പിന്നെ ഇതൊക്കെ കറിവേപ്പില ഇതൊക്കെ ഞാൻ കാണിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണെങ്കിൽ കറിവേപ്പില പോയിട്ട് ഇപ്പൊ വീട്ടിൽ തന്നെ എന്തായാലും ഒരു കറിവേപ്പില മരം ഉണ്ടായിരിക്കും എല്ലാവരുടെ വീട്ടിൽ. അപ്പൊ അവിടെ പോയി പൊട്ടിക്കുകയല്ലേ ചെയ്യുക. തേങ്ങ ആണെങ്കിലും ഉണ്ടാവും, തേങ്ങ പൊളിക്കണു, അപ്പൊ ആവശ്യത്തിന് ചിരക്കണു, അങ്ങനെയല്ലേ. പക്ഷെ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കേട്ടാ. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും ഞാൻ ജസ്റ്റ് കാണിച്ചതാണേ. ഇടയ്ക്കിടയ്ക്ക് ഇന്നൊരാൾ വിസിറ്റ് ചെയ്തിട്ട് പോകും കേട്ടോ. നോക്കിയേ ചിരിക്കി ഹായ് പറഞ്ഞേ. ഇത് തേങ്ങ, ഇത് തിന്നാൻ പറ്റില്ല, ഇപ്പൊ തിന്നാൻ പറ്റില്ല. ഈ തേങ്ങൊക്കെ തിന്നു ഉപ്പടാ. ആ മതി. അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ, ചോന്നുള്ളി, ഇഞ്ചി, പിന്നെ 2 മണി പെരിഞ്ചീരകം കേട്ടോ ഇട്ടുണ്ടെങ്കിൽ പെരിഞ്ചീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. അധികം ഇട്ടാൽ കുത്ത് ടേസ്റ്റ് ആവും. ഒരു 2 മണി ജസ്റ്റ് ഇടുന്നത് നല്ലതാണ്. വേറൊരു കാര്യം കൂടി ഉണ്ട്. ഞാൻ ഈ തേങ്ങ അരയ്ക്കുമ്പോൾ പുളിവെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ അരച്ചത്. ഞാൻ ഇനിയും പുളിവെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അരയ്ക്കുന്നുണ്ട്. അത് കാരണമാണ് ഇതിന് ഇങ്ങനെ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പം ഞാൻ ഈ പുളിവെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചത്. കാരണം ബിക്കോസ് അതിൽ ഓൾറെഡി വെള്ളം ഞാൻ ഒഴിച്ചിട്ടാണ്, നല്ല അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടാണ് ചെമ്മീനും മുരിങ്ങക്കായും തിളപ്പിച്ചത്. പിന്നെ ഇനിയിപ്പോൾ തേങ്ങയിലും വെള്ളം ഒഴിച്ച് പിന്നെ പുളിവെള്ളം സെപ്പറേറ്റ് ഒക്കെ ഒരുപാട് അങ്ങോട്ട് വെള്ളം ആവേണ്ട വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. ഇതൊക്കെ ശരിയാണെന്നൊന്നും അറിയില്ല, പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. ഇതിവിടെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി പിന്നെ ഓൾറെഡി നമ്മൾ ഇട്ടുണ്ടല്ലോ, പിന്നെ ഉപ്പ്, പിന്നെ അതിലേക്ക് തക്കാളി, അതും കൂടി തക്കാളിയും പച്ചമുളകും കൂടി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അരിഞ്ഞിട്ടിട്ട് ഞാൻ കാണിച്ചു തരാവേ. ഇതാ അപ്പൊ ഞാൻ തക്കാളി, പച്ചമുളക്, പിന്നെ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഓൾറെഡി ഇട്ടു, മല്ലിപ്പൊടി, മുളക് പൊടി ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോ ഇങ്ങനെ തിളച്ചോണ്ടിരിക്കണില്ലേ. ഇപ്പൊ ഇതിന്റെ ഒപ്പം തന്നെ ഞാൻ അരപ്പും കൂടി ഒഴിച്ചിട്ട് രണ്ടും കൂടി നന്നായിട്ട് കിടന്ന് തിളച്ച് വറ്റട്ടെ കേട്ടോ. ഞാൻ അരപ്പും കൂടി ഇതിലേക്ക് ഒഴിക്കാൻ പോവാണേ. ഇത് അത്യാവശ്യം അരപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതിലേക്ക് അരപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതാ ഈ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ അതും കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം എനിക്ക് കറി വേണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ചെമ്മീൻ കറിയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ നെക്സ്റ്റ് ഡേക്ക് ഞങ്ങൾ ഉപയോഗിക്കും. പിന്നെ ഏട്ടന് ഓഫീസിൽ കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കും. 2 ആൾക്ക് എന്തിനാ അത്ര കറി എന്നൊക്കെ വിചാരിക്കാം, പക്ഷെ ഇത്ര കറിയൊക്കെ വേണം. ഇനി ഇതൊക്കെ നന്നായി ഒന്ന് വേവട്ടെ കേട്ടോ. അപ്പൊ ഇനി മുരിങ്ങക്കായും തക്കാളിയും എല്ലാതും ഒന്നും കൂടി ഒക്കെ ഒന്ന് സെറ്റായി വേവട്ടെ. ഈ അരപ്പും ഒക്കെ ഒന്ന് വേവട്ടെ. ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. ഉപ്പുണ്ട്, പക്ഷെ പുളി ഒട്ടുമില്ല. അപ്പൊ ഞാന് പുളിവെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതിപ്പോ തേങ്ങ അരച്ചപ്പോ ഒന്നുകൂടി കട്ടിയായി കറി. അപ്പൊ ഞാൻ ഇനിയും നമ്മുടെ പുളിവെള്ളം കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒഴിക്കും. കാരണം ഇനി ഇതിരുന്ന് ചൂടൊക്കെ ആകുമ്പോ വീണ്ടും കട്ടയാവും. അപ്പൊ ഒന്നും കൂടി നമുക്ക് പുളിവെള്ളമൊക്കെ ചേർത്ത് ഒഴിക്കാം. ഞാൻ പറഞ്ഞില്ലേ, അതിനിടയിൽ ഒരു 16 വട്ടം ഒരാൾ ഇന്നെ വന്ന് വിസിറ്റ് ചെയ്യും. സ്പൂൺ വേണ്ടേ? അപ്പൊ ഗൈസ് നമ്മുടെ കറി ഇതാ തിളച്ച് സെറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് വറുത്തിടാം കേട്ടോ. ഞാൻ വേണമെങ്കിൽ നമുക്ക് ഇനിയും വറ്റിക്കാം. ഞാൻ രാത്രി ഒന്നും കൂടി ചൂടാക്കി വറ്റിക്കും. ഇപ്പൊ ഞാൻ ഇത്ര വറ്റിക്കുന്നുള്ളൂ. ഇപ്പോൾ മീനും മുരിങ്ങക്കായും എല്ലാം വെന്തുണ്ട്, അരപ്പൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തിടാം കേട്ടോ. എണ്ണ ചൂടായി, അതിലേക്ക് 2 മണി ഉലുവ ഇട്ടിട്ടുണ്ട് കേട്ടോ വറുത്തിടാൻ വേണ്ടിയിട്ട്. ആ ഉലുവ സെറ്റായി വരുമ്പോഴേക്കും ഞാൻ ഇതവിടെ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ചുവന്നുള്ളി. അത് ഇടാം. ചുവന്നുള്ളി ഇട്ടിട്ടുണ്ട്. ഈ ചുവന്നുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടേട്ടാ. ഇതെല്ലാതും ഇങ്ങനെ ഒരു ഗോൾഡൻ കളറാവും കേട്ടോ. ഈ ഗോൾഡൻ കളറായ ഇതിലേക്ക് നമുക്ക് ചുവന്നമുളകും വേപ്പില ഇടാനുണ്ട്. ഞാൻ സാധാരണ ചുവന്നമുളക് വേപ്പില ഇടാറില്ല. ഞാൻ ഉള്ളി മാത്രം മൂപ്പിച്ചിട്ട് വറുത്തിടുക ചെയ്യാറ്. പക്ഷെ ഇത് ചെമ്മീനൊക്കെ ഇട്ട കാരണം ഒന്ന് സ്പെഷ്യലാക്കിയതാണ് കേട്ടോ.
കുറെ മൂത്ത് വരുന്നുണ്ട്. തീ ഒന്ന് കുറയ്ക്കുക. കയ്യിൽ ഒരു കയ്യിൽ ഫോണുണ്ടല്ലോ. അപ്പം ഞാൻ ഇടുക കേട്ടോ അതിലേക്ക്. ചുവന്നമുളക് ഇട്ടിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. ഇത് ഫുള്ള് ഒഴിക്കണം കേട്ടോ. ഞാൻ ഇപ്പോൾ ഒഴിക്കും. എന്നിട്ട് കറി അപ്പം തന്നെ മൂടി വെക്കണം കേട്ടോ. ഞാൻ കറി മൂടി വെച്ചിട്ടുണ്ട്. ഞാൻ അപ്പം തന്നെ കറി മൂടി വെക്കണം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ആ കാച്ചിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, ആ മണം പോവാതെ ആ കറിയുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ചോറ് ഊറ്റാണ്ട്. ഞാനിതാ റൈസ് കുക്കറിലാണ് ചോറ് വെച്ചിട്ടുള്ളത്. അതെടുത്തിട്ട് ഊറ്റണം, എന്നിട്ടാണ് കഴിക്കണുള്ളൂ. സമയം എടുക്കും. ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ. ഞാൻ 1:30 ആയിട്ടുണ്ട്. ലേറ്റ് ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പം 2 മണിയൊക്കെ ഞാൻ ചോറിന്. അപ്പോൾ നമുക്കിനി ചോറിനുമ്പോൾ കാണാം കേട്ടോ. ബൈ. അപ്പോൾ ഓക്കെ, ഇതാ ഞാൻ ചോറും കറിയും എടുത്തിട്ടുണ്ട്. മുരിങ്ങക്കായൊക്കെ നിറയെ എടുത്തിട്ടുണ്ട്. കറി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ല രസമുണ്ട്. ചോറിൻ്റെ കൂടെ എന്തായാലും അടിപൊളിയായിരിക്കും. അപ്പം എന്തായാലും ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പം ഞാനിത് ചോറ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അത് ചോറ് കറിയും എടുത്തിട്ടുണ്ട്. ഞാൻ കഴിക്കണത് എന്തായാലും കാണിക്കണില്ല. ഞാനൊന്ന് സ്വസ്ഥമായിരുന്നു കഴിക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ വ്ളോഗ്സ് ഇനി വേണമെങ്കിൽ അതും പറയണം. വ്ളോഗ്സ് വേണ്ടെങ്കിൽ അതും പറയണം. അതിന് ആരെങ്കിലും കാണുമോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ.